ഒരു വീട് പണിയെ സംബന്ധിക്കുന്നിടത്തോളം അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്ലോറിങ്. അഥവാ നമ്മൾ ടൈൽസ് ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല മെത്തേഡുകളിലുള്ള ഫ്ലോറിംഗ് ഉണ്ട്. അപ്പം ഇതിൽ കോമൺലി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, ഇതിലേതെങ്കിലുമൊക്കെയാണ്. അപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് ഈ ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിൽ, എക്സ്പെഷ്യലി ടൈൽസ് ഗ്രാനൈറ്റ് വിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഇതിന് ചിലവ് കുറഞ്ഞ പല മാർഗ്ഗങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ പല വീഡിയോകളും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാമായിരിക്കാം. പക്ഷേ ഇവയൊന്നും ചർച്ച ചെയ്യപ്പെടാത്തതായ ചില കാര്യങ്ങൾ, അതായത് ഫ്ലോറിങ്ങിൻ്റെ ലേയിങ്ങിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് നമ്മളുടെ ഫ്ലോറിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൽ പലരും പറഞ്ഞു പോകാത്ത ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിബിൻ തോമസ്, ഗ്രീൻ ആഷൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. ഇതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ തന്നെയാണ്, അതിൻ്റെ പ്രൈസ്. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ്റെ മെറ്റീരിയലുകളിലൊക്കെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ടൈൽസിൻ്റെ കാര്യത്തിൽ ഈ കോസ്റ്റിൻ്റെ ഒരു വേരിയേഷൻ വളരെ വലുതാണ്. അതായത് നമ്മൾക്ക് ഒരു 30 രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ 400 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വിലയുള്ള മെറ്റീരിയൽസ് ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 400 മേളിലുള്ളതുകൊണ്ട്. അപ്പം പല റേഞ്ചിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എത്ര വിലയുള്ള മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നത് ഓരോ ഏരിയയ്ക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ളൊരു കോസ്റ്റ് നിൽക്കുക. അപ്പം ഇതിൽ നമുക്ക് എവിടെയൊക്കെ ലാഭിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പരിധിയിലധികം വലിയ സ്ലാബ് ടൈപ്പിലുള്ള ടൈലുകൾ, ഇത് നമ്മളൊരു വീടിൻ്റെ എൻ്റയർ ഏരിയയ്ക്ക്, എക്സ്പെഷ്യലി ബെഡ്റൂം പോലത്തെ സ്ഥലങ്ങളിലൊന്നും ഈ വലിയ സ്ലാബ് പോലത്തെ മെറ്റീരിയലുകൾ കോസ്റ്റ് കുറച്ച് വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം ഒഴിവാക്കാവുന്നൊരു കാര്യമാണ്. അപ്പം ഈ ബെഡ്റൂം പോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ അറിയാം, അവിടെ ഇപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ മേജർ പോർഷൻ തന്നെ നമ്മൾ അവിടുത്തെ ഫർണിഷിങ് കഴിയുമ്പോഴത്തേക്ക്, അതായത് കട്ടിലിൻ്റെ അടിയിലായിട്ടും അല്ലെങ്കിൽ അലമാരയുടെ അടിയിലായിട്ടും ഒക്കെ നല്ലൊരു ഏരിയ തന്നെ മനുഷ്യൻ്റെ കാഴ്ചയില്ലാത്ത ഏരിയ ആയിട്ട് തന്നെ നമുക്ക് പോകും. അപ്പോൾ ആ ഏരിയയിലൊന്നും നമ്മൾ ഇത്രയും വില കൂടിയ ടൈൽസ് മേടിച്ചിട്ടൊരു കോസ്റ്റ് കളയേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ സ്റ്റോർ റൂം, അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ അല്ലെ പുറകുവശത്തെ ഒരു വരാന്ത, അങ്ങനെ നമുക്ക് അധിക ഉപയോഗം ഇല്ലാത്ത ഏരിയകളിൽ നമ്മൾ വലിയ ക്വാളിറ്റിയുള്ള വലിയ പ്രൈസുള്ള മെറ്റീരിയൽ മേടിച്ചിടേണ്ട കാര്യമില്ല. അതായത് ഈ ബെഡ്റൂമിലൊക്കെ വലിയ വേറാൻഡിയറോ അല്ലെങ്കിൽ ഒത്തിരി ട്രാഫിക് ഒന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല. അപ്പം നമ്മൾ ഈ വെട്രിഫൈഡ് പോലത്തെ വലിയ കൂടിയ ടൈൽസുകളൊന്നും മേടിക്കേണ്ട ആവശ്യം അങ്ങനത്തെ സ്പേസുകളില്ല. എന്നാൽ ഇപ്പോൾ വരാന്ത പോലത്തെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഡൈനിങ് റൂം, കാരണം ഈ ഡൈനിങ് റൂമിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല ടൈൽസ് തന്നെ ഇടണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ കസേര നമ്മൾ വലിക്കുകയും തിരിച്ച് കയറ്റിയിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, പിള്ളേർ ഉന്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലോറിൽ മാർക്കിങ്, അതായത് പോറൽ വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ, ഇനി അതല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിൽ ഈ കറ കുടിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം അടുക്കളയിൽ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽ അസിഡിക് ആയതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈം പോലത്തെ കണ്ടൻറ്റുകളൊക്കെയുള്ള മെറ്റീരിയലുകളൊക്കെ അവിടുന്ന് ഒഴിവാക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നല്ലതാണ്. അപ്പം ഓരോ ഏരിയയിലും ഉള്ള അവിടുത്തെ ആവശ്യങ്ങളും അവിടുത്തെ ഒരു റിക്വയർമെൻറ്റും പരിഗണിച്ചുകൊണ്ട് ടൈൽസ് സെലക്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു കോസ്റ്റിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആരും തന്നെ കൺസിഡർ ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മളത് വേണ്ട വിധം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തോന്നാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന ലേബർ കോസ്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഗ്രാനൈറ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ ടൈൽസ് കയറി വരുന്ന സ്റ്റെപ്പ്, അതായത് നമ്മുടെ മുൻവശത്ത് വരാന്തയിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പ്, അല്ലെങ്കിൽ മുകളിലത്തെ വരാന്തയൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് വിരിക്കുന്നതൊരു പൊതുവെ ആൾക്കാർക്കൊരു ട്രെൻഡാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റെയർ കേസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ പടികളെല്ലാം തന്നെ നമ്മൾ ഗ്രാനൈറ്റ് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് നമുക്ക് ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിൽ വരുത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗ്രാനൈറ്റിൻ്റെ വില കൂടുതലാണ്, രണ്ട് അതിന് ലേയിങ്ങിനുള്ള പൈസ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ലാബ് രീതിക്കാണ് കിട്ടുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പിനും വെച്ചതിന് ശേഷം അതിൻ്റെ എഡ്ജുകൾ മോൾഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് നമ്മൾ അഡീഷണൽ കോസ്റ്റ് നമുക്ക് ലേബറിൽ വരും. അപ്പോൾ അതൊക്കെ റണ്ണിങ് ഫീറ്റിലാണ് കണക്കാക്കുക. അപ്പോൾ ഒരു ഫീറ്റ് എഡ്ജ് മോൾഡ് ചെയ്യുന്നതിന് ഏറെക്കുറെ നല്ലൊരു ലേബർ കോസ്റ്റ് തന്നെ വരും. അപ്പോൾ ഒരു ഗ്രാനൈറ്റ് നമ്മൾ ഈ സ്റ്റെപ്പ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ വിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ
മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മളിത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മളിത് കമ്പയർ ചെയ്തുള്ളൂ. പക്ഷേ മെറ്റീരിയലിനെ പോലെ തന്നെ ലേബറിലും ഒരു ഡബിളോ അല്ലെങ്കിൽ ത്രിബിളോ ടൈൽസിനെ അപേക്ഷിച്ച് റേറ്റ് വരാനായിട്ട് ഗ്രാനൈറ്റിൻ്റെ കാര്യത്തിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സ്റ്റെപ്പിനൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ടൈൽസ് എന്ന് പറയുന്ന എഡ്ജ് ഓൾറെഡി മോൾഡഡ് ആയിട്ടുള്ള ടൈലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ടൈലുകൾ യൂസ് ചെയ്യുന്നത് വഴി ഈ കോസ്റ്റിനെ നമുക്ക്, അതായത് ഈ ലേയിങ്ങിൻ്റെ കോസ്റ്റ് മാത്രമേ വരത്തുള്ളൂ, ഈ മോൾഡിങ് അല്ലെങ്കിൽ ഗ്രാനൈറ്റിനുണ്ടാകുന്ന കൂടുതൽ അഡീഷണൽ കട്ടിങ് എക്സ്പെൻസ്, ഇങ്ങനത്തെ എക്സ്പെൻസ്, ലേബർ എക്സ്പെൻസുകൾ നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. മെറ്റീരിയലിൻ്റെ കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിഫറൻസ് കിട്ടും. അപ്പം ഈ എഡ്ജ് മോൾഡഡ് ആയിട്ടുള്ള ടൈൽസ് ഉപയോഗിക്കുന്നത് വഴി, അതായത് ഈ അറ്റ ഉരുട്ടേണ്ട വരുന്ന കേസുകളിലൊക്കെ ഗ്രാനൈറ്റ് ഒഴിവാക്കിയിട്ട് എഡ്ജ് മോൾഡ് ആയിട്ടുള്ള ടൈൽസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും കൂടെ കോസ്റ്റ് നമുക്ക് ലാഭിക്കാനായിട്ട് നല്ലതാണ്, എസ്പെഷ്യലി സ്റ്റെയർ കേസിനും സ്റ്റെപ്പുകൾക്കും ഒക്കെ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, എന്നാൽ ആൾക്കാർ അതിന് വേണ്ട വിധം ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ലേബർ എന്ന് പറയുന്നത്. ഈ ടൈൽസ് പോലത്തെ മെറ്റീരിയലുകൾ വിരിക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ലേബർ, അതിൻ്റെ ക്വാളിറ്റി എത്ര എന്നുള്ളത് വേണ്ട വിധം നാട്ടിലെ ആൾക്കാർ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ വേണ്ട വിധമാണോ ആൾക്കാർ അഡ്രസ്സ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ പൊതുവെ ഈ ടൈൽസിൻ്റെയൊക്കെ വർക്ക്, ഫ്ലോറിങ്ങിൻ്റെ വർക്ക് വരുമ്പോഴത്തേക്കും, ടൈൽസ് അല്ല ഗ്രാനൈറ്റ് വിരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു 4-5 ലേബർമാരെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നെല്ലാം ഈ ഇതിൻ്റെ കൊട്ടേഷൻ മേടിക്കും, അതായത് അവരുടെ ലേബറിൻ്റെ റേറ്റ് മേടിക്കും. എന്നിട്ട് അതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന ആരോ ആ ആൾക്ക് ആ വർക്ക് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഇത്രത്തോളം മണ്ടത്തരം എന്ന് പറയാവുന്നൊരു കാര്യം വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാം. ഒരു 2x4, അതായത് 4x2 സൈസിലുള്ള ഒരു ടൈൽസ് ആണ് എന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു ടൈൽസിൻ്റെ ആ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 100 രൂപയാണ് എന്നിരിക്കട്ടെ. അപ്പം നിങ്ങൾ അത്ര വില കൂടിയൊരു ടൈൽസാണ് മേടിച്ചത്. അപ്പം ഇതിലെ ഒരു 3 ടൈൽസ്, അപ്പോൾ ഈ അദ്ദേഹം ഈ മിസ്യൂസ് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞു എന്നിരിക്കട്ടെ ഈ ലേബർ, അതായത് അത്രയെങ്കിലും ക്വാളിറ്റിയുള്ള ലേബർ അല്ലാത്ത സ്ഥിതിക്ക് ഇദ്ദേഹം പൊട്ടിച്ച് കളഞ്ഞെങ്കിൽ അതിൽ ഒരു ടൈൽസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ വിലയാണ് ഞാൻ 100 രൂപ എന്ന് പറഞ്ഞത്. അപ്പം 4x2 എന്ന് പറയുന്ന ഒരു ടൈൽസ് ഏകദേശം 8 സ്ക്വയർ ഫീറ്റോളം വരും. അപ്പോൾ 8 സ്ക്വയർ ഫീറ്റ് 800 രൂപ വിലയുള്ള ഒരു ടൈൽസാണ് അദ്ദേഹം പൊട്ടിച്ച് കളഞ്ഞത്. അപ്പം 3 ടൈൽസ് പൊട്ടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് 2400 രൂപ ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി. അപ്പം 2000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ അകത്ത് നിങ്ങൾ 1 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ലേബറിൻ്റെ എന്നുള്ള മിസ് ഹാൻഡ്ലിങ്ങിൽ നിങ്ങൾക്ക് 3 ടൈൽസ് പൊട്ടിപ്പോയാൽ തന്നെ ഇത്രയും നഷ്ടം വരും. അതുപോലെ തന്നെയാണ് ഈ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് ഉണ്ടാക്കുന്നത്. അതും ഒരു ലേബറിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കഴിവാണ് ഈ മെറ്റീരിയൽ വേസ്റ്റ് ഇല്ലാത്ത രീതിക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതായത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഈ ഇപ്പോൾ ഒരു മുറിയുടെ കോർണറിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഫുൾ ടൈൽസ് ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണമായിരിക്കും. അപ്പോൾ അവരൊരു പുതിയ ടൈൽസ് എടുക്കുന്നു, അതിൽ നിന്ന് കട്ട് ചെയ്യുന്നു, അവിടെ ആ പീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മിച്ചം നിൽക്കുന്ന പോർഷൻ എല്ലാം കൂടെ സൈഡിലോട്ട് മാറ്റി വെക്കും. അടുത്തൊരു സ്ഥലത്ത് റിക്വയർമെൻറ്റ് വരുമ്പോഴത്തേക്കും പുതിയൊരു ടൈൽസ് പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കും, അതും കട്ട് ചെയ്യും, അതും എടുത്തിടും. അപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽ അവസാനം വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് മെറ്റീരിയൽ ലാസ്റ്റ് വേസ്റ്റേജ് ആയിട്ട് വീട്ടിൽ മിച്ചിരിക്കുന്നൊരവസ്ഥ. ഇതും സത്യം പറഞ്ഞാൽ ഓണർക്കുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. അപ്പം മെറ്റീരിയൽ ഷോർട്ടേജ് അല്ല, മെറ്റീരിയൽ വേസ്റ്റേജ് ഒട്ടും ഉണ്ടാക്കാത്ത ഒരു ലേബർ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വാളിറ്റി ഓഫ് ലേബർ, അതായത് ലേബറിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് പലപ്പോഴും കാണാറുള്ളൊരു കാര്യമാണ്, ഈ ഫ്ലോർ ഒക്കെ വിരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പല സ്ഥലത്തും ഗ്രൗട്ട് കൃത്യമായിട്ട് ചെല്ലാത്തത് മൂലം ടൈൽസിൽ പൊള്ളപ്പ് പോലൊക്കെ വരുന്നത്, അതായത് കൊട്ടി നോക്കുമ്പോഴത്തേക്ക് അകത്തുനിന്ന് ഒച്ച കേൾക്കുന്നില്ല, അതായത് അകത്ത് കൃത്യമായിട്ട് ഫില്ലാവാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നൊരവസ്ഥ. ഇത് സത്യം പറഞ്ഞാൽ ലേബറിന് പ്രത്യേകിച്ച് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കാരണം കൂടിപ്പോയാൽ അദ്ദേഹം ചിലപ്പോൾ ആ ഒരു ടൈൽസ് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ടൈൽസ് അവിടെ ഇട്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഇത് ഓണർക്ക് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. എക്സ്പെഷ്യലി ഈ ടൈൽസിൻ്റെ വില എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടകം, അതുപോലെ തന്നെ ഇതിൻ്റെ സിമെൻറ്റ്, മണൽ തുടങ്ങിയ ഘടകങ്ങൾക്ക് വേണ്ടിയിട്ട് മുടക്കുന്ന ഒരു പണം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ലേബറിൻ്റെ കയ്യിൽ നിന്നുള്ള മിസ് ഹാൻഡ്ലിംഗ് മൂലം പ്രോപ്പറായിട്ടുള്ള അദ്ദേഹം ലേബർ നമുക്ക് ചെയ്തു തരാത്തത് മൂലം നമുക്ക് വലിയൊരു നഷ്ടം സംഭവിക്കുന്നൊരു മേഖലയാണ് ഈ ഫ്ലോറിങ്ങിൻ്റെ മേഖല. അപ്പം നമ്മൾ നമ്മുടെ ലേബറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് തീരെ ഉണ്ടാക്കാത്ത, അതായത് വേസ്റ്റേജ് പരമാവധി കുറച്ച് പരമാവധി മെറ്റീരിയലുകളെ ഉപയോഗിക്കുന്ന ഒരു ലേബറിനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നോച്ച്ഡ് ടോവൽസ് എന്നൊക്കെ പറയുന്ന
പോലത്തെ മെറ്റീരിയലുകൾ യൂസ് ചെയ്തിട്ട് വളരെ കുറച്ച് മെറ്റീരിയൽ മാത്രം, അതായത് അത്യാവശ്യത്തിന് വേണ്ട മെറ്റീരിയൽ മാത്രം കൃത്യമായി യൂസ് ചെയ്ത് വാൾ ടൈലുകളൊക്കെ ചെയ്യുന്ന അത്ര എക്സ്പേർട്ടായ പണിക്കാർ, അവർക്ക് ചിലപ്പോൾ 1-2 രൂപ ചിലപ്പം റേറ്റ് കൂടുതലായിരിക്കും. എന്നാലും അത് സാരമില്ല. കാരണം ഇൻ ടോട്ടലി നമ്മളൊരു വീടിൻ്റെ ടൈൽസിലുള്ള എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ മെറ്റീരിയലുകൾ ഉണ്ടാക്കുന്ന നഷ്ടം കൊണ്ടുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ലാഭം നല്ലൊരു ലേബറെ കൊണ്ട് ചെയ്യിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് അവസാനം വരുമ്പോൾ ലാഭമായിട്ട് വരിക. അപ്പം ഈ എക്സ്പെഷ്യലി ഫ്ലോറിങ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ലേബറിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ റേറ്റിനെ മാത്രം കമ്പയർ ചെയ്തിട്ട് ഒരു വർക്ക് നമ്മൾ ഒരാൾക്ക് കൊടുക്കരുത്. അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിലുള്ള വർക്ക്, അത് ഞാൻ ചെയ്ത സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ട് അവിടുത്തെ ആൾക്കാരോടൊക്കെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് പരമാവധി വേസ്റ്റ് കുറച്ച് നല്ല രീതിക്കിട്ട ഫ്ലോറിങ് ചെയ്യുന്ന ആളെ മാത്രം നമ്മൾ ഫ്ലോറിങ്ങിലേക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ നമുക്ക് ആരാണ് തരുന്നത്, അത് മേ ബി നമ്മുടെ ആർക്കിടെക്റ്റ് ആയിരിക്കാം, അല്ല നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരച്ച ആളാണോ, ആ വ്യക്തിയോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന് ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് നമുക്ക് വേണ്ടുന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. നമ്മൾ ഒത്തിരി വില കൂടിയ മെറ്റീരിയൽ സെലക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സ്ഥലത്തിന് കൂടുതൽ ഭംഗി കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. അത് ഒരു ഏരിയക്ക് അതിൻ്റെ എസ്തറ്റിക്കലായിട്ടുള്ളൊരു ഭംഗി കൊടുക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിനും അതിൻ്റെ കളറിനും ഒക്കെ കുറച്ച് കാര്യമുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെ വിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഏത് രീതിക്കാണ് അവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു സ്ഥലത്തിന് ഭംഗി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ബാത്റൂമിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടൈൽസ് എന്ത് വില കൂടിയതാണെങ്കിലും ശരി, അവിടെ നമ്മൾ വിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഷെയ്ഡിങ് പാറ്റേൺ ഏതാണ്, അല്ലെങ്കിൽ അത് ഏത് രീതിക്കാണ് നമ്മൾ സ്പേസറൊക്കെ കൊടുത്ത് വിരിക്കുന്ന പല പല പാറ്റേണുകളാണ് ആ ഒരു സ്ഥലത്തിന് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈൽസിന് അതിൻ്റെ കൂടിയ പ്രൈസിലുള്ളൊരു മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ഏരിയയ്ക്ക് ഭംഗി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പം അതിൻ്റെ ഭംഗിയെ തീരുമാനിക്കുന്ന ഒരു ഘടകം മാത്രമാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേബർ, അതുപോലെ തന്നെ അത് വിരിക്കുന്ന രീതി, അതിൻ്റെ ഡിസൈൻ, ഇതൊക്കെയാണ് ഒരു ഫ്ലോറിങ്ങിൻ്റെ കാര്യത്തിൽ ഭംഗി എന്ന് പറയുന്ന കാര്യത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.